മനുഷ്യരായ മുഴുവൻ മലയാളികൾക്കും പൊള്ളില്ലേ? ഇത്രയധികം വലിയ ദുരന്തമുണ്ടായി, ഇത്ര നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു, ഇത്ര ആളുകൾ വീട് നഷ്ടപ്പെട്ടു, ഇത്ര ആളുകൾക്ക് പുതിയ ടൗൺഷിപ്പ് പണിയണം. ഇതിനായിട്ട് നമ്മൾ കൊടുക്കുന്ന, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആങ്കറും മാതൃഭൂമിയുടെ പ്രേക്ഷകരും നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചോദിക്കുന്നത് ഏതെങ്കിലും മനുഷ്യരൂപം മാത്രവും പ്രവൃത്തിയിൽ മറ്റെന്തൊക്കെയോ ആയിട്ടുള്ള ഏതെങ്കിലും RSSകാരന്റെ തറവാട്ട് സ്വത്തിന്റെ വിഹിതമല്ല, അവിടുത്തെ കാരണവന്മാർ അധ്വാനിച്ചുണ്ടാക്കിയ ഒരു സ്വത്തിന്റെ അംശമല്ല. നമ്മൾ ചോദിക്കുന്നത് നമ്മുടെ വിയർപ്പാണ്. എന്റെയും ആങ്കറുടെയും ചർച്ചയിൽ പങ്കെടുക്കുന്നവരുടെയും കേരളത്തിലെ മുഴുവൻ മലയാളികളുടെയും നികുതിയുടെ അർഹതയുള്ള വിഹിതമാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോഴാണ് ലോകത്തില്ലാത്ത ചട്ടവും കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളെയും കള്ളപ്രചരണത്തിന്റെയും പച്ചക്കള്ളത്തിന്റെയും ആവരണം പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇതുകൊണ്ട് കേരളത്തിന് കിട്ടില്ല, അതിനുവേണ്ടി നീയൊന്നും കിടന്ന് കരയേണ്ട കാര്യമില്ല എന്ന് രൂപത്തിൽ മാത്രം മനുഷ്യരൂപമുള്ള പ്രവൃത്തിയിൽ മറ്റെന്തൊക്കെയായ നിർഭാഗ്യവശാൽ കേരളത്തിലെ ചില BJP നേതാക്കന്മാർ തർക്കിക്കുന്നത്. ഇവർ ധരിച്ചിട്ടുള്ളത് യൂണിയൻ ഗവൺമെന്റിൽ നിന്ന് ഈ പണം കിട്ടാതെ വരുമ്പോൾ കേരളം പത്തിമടക്കി പുനരധിവാസം തകർന്ന തരിപ്പണമായി, അതിനെ തുടർന്ന് കേരളത്തിൽ ഉണ്ടാകേണ്ട രാഷ്ട്രീയ മുന്നേറ്റമൊക്കെ അങ്ങ് അസ്തമിച്ച് ചൈത്രയാത്ര അങ്ങ് ഇല്ലാതാക്കാമെന്നുള്ളതാണ്. DYFI കേരളത്തിൽ വയനാടിന് വേണ്ടി പണം ചോദിച്ചു എന്ന് വെച്ചാൽ ഒരു രസീത് കീറിക്കൊടുത്ത് ഒരു അണാ പൈസ വാങ്ങാതെ പാഴ്വസ്തുക്കൾ ശേഖരിച്ചും മാലിന്യം പെറുക്കിയും മീൻ വിറ്റും കല്ല് ചുമന്നും മണ്ണ് ചുമന്നും ഓട്ടോറിക്ഷ ഓടിച്ചും ബസ് യാത്ര നടത്തിയും അങ്ങനെ അവരവരുടെ അധ്വാനത്തിൽ നിന്ന് മലയാളികളോട് ഒരു വിഹിതം ചോദിച്ചോ. അങ്ങ് മനസ്സിലാക്കേണ്ടത് എത്രയാണ്? ഞങ്ങൾ തോറ്റുപോയവരാണല്ലോ തെരഞ്ഞെടുപ്പിൽ. പ്രത്യേകത എന്താണ്? പാർലമെന്റിലൊക്കെ പ്രത്യേകത എന്താണ്? ഞങ്ങൾ വയനാടിന് വേണ്ടി കൈനീട്ടിയപ്പോൾ ഞങ്ങളുടെ കയ്യിലേക്ക് കേരളം വെച്ചു തന്നത് ആ മനുഷ്യത്വമുള്ള കേരളത്തിലെ മനുഷ്യന്മാർ, അതിൽ BJP വിടുപോയില്ല എന്നുള്ളത് BJPയുടെ പ്രതിനിധി ചിന്തിച്ചാൽ മതി. മനുഷ്യത്വമുള്ള കേരളത്തിലെ മനുഷ്യന്മാർ വെച്ചു തന്ന തുക എത്രയെന്നറിയോ? 20,44,68,331 രൂപ. BJP നേതാവ് പറ, കേരളം തോക്കുവോ? നിങ്ങളുടെ കയ്യിൽ നിന്ന് അർഹതയുള്ള പണം കിട്ടിയില്ലെങ്കിൽ കേരളം തകരുമോ? അതുകൊണ്ട് അത്തരം വ്യാമോഹങ്ങളൊന്നും വേണ്ട.